കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യം വരുന്നു. മദ്യക്കമ്പനികളുടെ ആവശ്യം അംഗീകരിച്ചു. ഇന്നലെയാണ് നികുതി ഘടന നിശ്ചയിച്ചത്. നേരത്തെ LDF സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചു. ഇതാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന കേരളത്തിൽ ആരംഭിക്കാൻ സാധ്യത തുറന്ന് ലോ ആൽക്കഹോളിക് ബെവറേജസ് എന്ന വിഭാഗത്തിലെ മദ്യത്തിന്റെ നികുതി ഘടന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യമാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. 0.5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10 മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% എന്നിങ്ങനെയാണ് നികുതി ഘടന. കഴിഞ്ഞ സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച് ചട്ടം ഭേദഗതി ചെയ്തിരുന്നെങ്കിലും നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. 42.86% വീര്യമുള്ള മദ്യം വിൽക്കുന്ന അതേ നികുതി നൽകേണ്ടിയിരുന്നതിനാൽ കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിറ്റിരുന്നില്ല. പ്രമുഖ കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായി നികുതി ഘടന പരിഷ്കരണത്തിന് കഴിഞ്ഞ സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി സർക്കാർ അത് നിരസിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന RMS സ്പൈസസിൽ ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവം. ഈ ഫുട്ബോൾ മാമാങ്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ RMS സ്പൈസസ് അവസരമൊരുക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഫാൻസും ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഒരുമിച്ചിരുന്ന് വേൾഡ് കപ്പ് ആസ്വദിക്കാം. RMS സ്പൈസസിന്റെ AC ഹോളിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും, അല്ലെ? ഈ വേൾഡ് കപ്പ് സൗജന്യമായ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാം നമ്മുടെ RMS സ്പൈസസിനൊപ്പം.